ഷെയ്ഖുൽ മശായിഖ് ബഹ്റുൽ ഉലൂം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആലിമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി റഹ്മഹുല്ലാഹ് ഓക്കെ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹ്റുൽ ഉലൂം അവര് മുദരിസായിരുന്ന കാലത്തും ഞങ്ങൾ വളരെയധികം പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ചാലിയത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പകൽ സമയത്ത് കുറച്ച് ദഅവത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാർ വന്നു. ഞങ്ങൾ ദീൻ തബ്ലീഗ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 2-3 താലിബീങ്ങളും കൂടി അവരുമായി സംസാരിക്കാൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് പോയി. അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വന്ന ആളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് ബഹ്റുൽ ഉലൂം വലിയ ആലിമൊക്കെ തന്നെ, മൂപ്പർക്ക് ഇബാദത്ത് കുറവാണ്. പടത്തോനെ മരിച്ചു പോയതുകൊണ്ട് ഞാൻ പറയാണ്, വേങ്ങരക്കാരനൊരാളുണ്ടായിരുന്നു, അബ്ബാസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. നീ എന്താണ് പറഞ്ഞത്? സുബഹിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കും, സുബഹി ജമാഅത്തായി നിസ്കരിക്കും, പിന്നെ ളുഹ്ർ വരെ ദർസ്, പിന്നെ ളുഹ്ർ ജമാഅത്തായി നിസ്കരിക്കും, പിന്നെ രാത്രി 11 മണി വരെ നിസ്കാരത്തിന്റെ ടൈം വെച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം ദർസ്. തഹജ്ജുദ് നിസ്കാരം ഒരൊറ്റ രാത്രിയും ഒഴിവാക്കുകയില്ല. അങ്ങനത്തെ ആലിമിനെ പറ്റിയാണോ നീ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടൊരു അടി കൊടുത്തു. ഞാൻ മെല്ലെ അവരെ പിടിച്ചു കളഞ്ഞ് പിന്നീട് അടി തുടരാൻ സമ്മതിച്ചില്ല. ഏതായിരുന്നാലും ഞാനിത് പറയുന്നത് അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ, പാലോട്ട് മൂസക്കുട്ടി ഹാജി, റഷീദുദ്ദീൻ മൂസമുസ്ലിയാർ, ഇവരാണ് ഇവിടെ വിദഈ പ്രസ്ഥാനക്കാർ വന്ന സമയത്ത് ശക്തമായി പോരാടിയവർ. അത്തൗഹീദ് എന്ന പേരിൽ ഇവിടുത്തെ വിദേഹത്തുകാർ ഒരു കിതാബ് ഇറക്കിയപ്പോൾ അതിന് മറുപടിയായി അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയത് പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. ഹാജി എന്നൊക്കെ എല്ലാവരും വിളിക്ക് മുസ്ലിയാരായിരുന്നു, വിളിക്കാറില്ലെങ്കിലും വലിയ ആലിമായിരുന്നു. ആ പാലോട്ട് മൂസക്കുട്ടി ഹാജി അവർക്കാണ് അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന പേരിൽ അത്തൗഹീദിന് ഖണ്ഡനം എഴുതിയത്. അവർ കണ്ണൂര് കാമ്പത്താറ് പള്ളിയുടെ അടുത്ത് ആയിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് എന്റെ അറിവ്. ഏതായിരുന്നാലും ആ മഹാന്മാരായ ആലിമീങ്ങൾ എല്ലാം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട സുഹൃത്ത് KP ഹംസ മുസ്ലിയാർ കന്തുലമ മഹാനവറുകളും അതുപോലെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ നൂറുൽ ഉലമ അവர்களுം അതുപോലുള്ള ആലിമീങ്ങളും ഇവിടെ പിന്തുടർന്ന് വരികയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കണം. അത് മനുഷ്യനാക്കി തീർക്കാനുള്ള പദ്ധതിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം എന്ന് നാം മനസ്സിലാക്കണം.